ഫങ് ഫങ് യീങ്ങിന്റെ ആക്രമണത്തിൽ ആദ്യം ഹൈത്താങ് തടാകത്തിലേക്ക് വീണു. അത് കണ്ട് ഷ്യാവ്യാവോ നിയാനെയും കൊണ്ട് തടാകത്തിലേക്ക് ചാടി. മറുഭാഗത്ത് സങ്ഷുവാനും തടാകത്തിലേക്ക് ചാടി. പക്ഷേ അവന്റെ നെഞ്ചിൽ യീങ്ങിന്റെ അമ്പ് കൊണ്ടു. അവൻ തടാകത്തിലേക്ക് വീണു. കുറച്ചു കഴിഞ്ഞ് ഷ്യാവ്യാവോ നിയാനെയും കൊണ്ട് മറുകരയിലെത്തി. എന്നിട്ട് നിയാനെ ഒരിടത്തിരുത്തി ഹൈത്താങ്ങിനെ കൊണ്ടുവരാൻ പോയി. കുറച്ചു കഴിഞ്ഞ് ഷ്യാവ്യാവോ ഹൈത്താങ്ങിനെ രക്ഷിച്ച് നിയാന്റെ അടുത്തേക്ക് തിരിച്ചെത്തി. എന്നിട്ട് നിയാനെയും കൂട്ടി അവർ മുമ്പ് താമസിച്ച സത്രത്തിലേക്ക് തിരിച്ചെത്തി. സങ്ഷുവാൻ വീണ് കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ തന്നെ ജിയിങ് പ്രഭുവിന്റെ മകൾ തോണിയുടെ പുറത്തു വന്നിരുന്നു. നോക്കിയപ്പോൾ സങ്ഷുവാന്റെ ഓടക്കുഴൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നു. ആ ഓടക്കുഴൽ വായിച്ചുകൊണ്ടിരുന്നയാൾ തടാകത്തിലേക്ക് വീണു എന്നവൾക്ക് മനസ്സിലായി. സത്രത്തിൽ തിരിച്ചെത്തിയ ഷ്യാവ്യാവോ സങ്ഷുവാനെ കണ്ടെത്താനുള്ള ഏർപ്പാടുകൾ ചെയ്തു. ആ സത്രം നോക്കി നടത്തുന്നത് രാജാവിന്റെ മറ്റൊരു ശിഷ്യനായ റൂഷ്വോ ആണ്. റൂഷ്വോ സങ്ഷുവാനെ കണ്ടെത്താൻ വേണ്ടതെല്ലാം ചെയ്യാമെന്ന് ഷ്യാവ്യാവോട് പറഞ്ഞു. കുറച്ചു കഴിഞ്ഞ് സങ്ഷുവാൻ കണ്ണു തുറന്നു. അവനിപ്പോൾ അറിയാത്ത ഒരിടത്താണുള്ളത്. ആ സമയത്താണ് ജി പ്രഭുവിന്റെ മകൾ അവിടേക്ക് വരുന്നത്. അവൾ സങ്ഷുവാനെ രക്ഷിച്ച് അവളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അവളുടെ കയ്യിലിപ്പോഴും സങ്ഷുവാന്റെ ഓടക്കുഴലുണ്ട്. അവളെ കണ്ട് സങ്ഷുവാൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. ഞാൻ എവിടെയാണ് എന്ന് സങ്ഷുവാൻ ചോദിച്ചു. ഇത് ചെൻറോങ് മാളികയാണ്. എന്റെ അച്ഛന്റെ പേര് ചെൻറോങ് യി, എന്റെ പേര് ചെൻറോങ് ഷിന്യെ എന്നവൾ പറഞ്ഞു. തടാകത്തിൽ വെച്ച് ഗൂച്ചിൻ വായിച്ചത് നീയാണോ? നിന്റെ സംഗീതം വളരെ മനോഹരമായിരുന്നു എന്ന് സങ്ഷുവാൻ അവളോട് പറഞ്ഞു. അത് കേട്ട് ഷിന്യയ്ക്ക് നാണം വന്നു. അവൾക്ക് സങ്ഷുവാനെ ഒറ്റ നോട്ടത്തിൽ തന്നെ ഇഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ടാണല്ലോ അവളവനെ രക്ഷപ്പെടുത്തിയത്. സങ്ഷുവാൻ സ്വയം പരിചയപ്പെടുത്തി. എന്റെ പേര് ഷുവാൻ. ഞാൻ ഹാവ്ലിങ്ങിന്റെ ഡ്രാഗൺ സ്ക്വാഡിൽ നിന്നാണ്. എന്നാൽ ഷുവാൻ ഇവിടെ വിശ്രമിച്ചോളൂ. നിങ്ങൾ ഇവിടെയുള്ള കാര്യം ഞാൻ നിങ്ങളുടെ കുടുംബത്തെ അറിയിക്കാം എന്ന് ഷിന്യെ പറഞ്ഞു. ആ സമയത്താണ് ഒന്നും അറിയാത്തതുപോലെ ഈയിങ് അവിടേക്ക് വരുന്നത്. ഈയിങ് ഷിന്യയുടെ അടുത്ത കൂട്ടുകാരിയാണ്. ഷിന്യെ സങ്ഷുവാനെ ഈയിങ്ങിനെ പരിചയപ്പെടുത്തി കൊടുത്തു. ഇദ്ദേഹത്തിന്റെ പേര് ഷുവാൻ. ഇദ്ദേഹം ഹാവ്ലിങ്ങിന്റെ ഡ്രാഗൺ സ്ക്വാഡിൽ നിന്നാണ്. എന്നോട് ക്ഷമിക്കണം, ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിൽ എന്തൊക്കെയോ ചെയ്തു പോയതാണ് എന്ന് ഈയിങ് അവനോട് പറഞ്ഞു. അതൊന്നും സാരമില്ല, ഇതിൽ എന്റെയും തെറ്റുണ്ട് എന്ന് ഷുവാനും പറഞ്ഞു. കുറച്ചു കഴിഞ്ഞു സങ്ഷുവാൻ ഷിന്യയുടെ മാളികയിൽ വിശ്രമിക്കുകയാണെന്ന വിവരം ഷിന്യയുടെ ആളുകൾ ഹാവ്ലിങ് സത്രത്തിൽ അറിയിച്ചു. സങ്ഷുവാൻ ഏതോ ഒരു ഷിന്യയുടെ വീട്ടിലാണുള്ളതെന്നറിഞ്ഞ് നിയാനെ ഇരിക്കാനും നിൽക്കാനും വയ്യ. അവൾ ഒരേ ബഹളം. ഈ ഷിന്യയുടെ മനസ്സിൽ എന്താണെന്ന് ആർക്കറിയാം? അവൾക്കെന്തോ ഉദ്ദേശമുണ്ട്. നിങ്ങൾക്കിതറിഞ്ഞിട്ടും ഒരു കുലുക്കവുമില്ലല്ലോ എന്നവൾ ഷ്യാവ്യാവയോടും റൂഷോവിനോടും പറഞ്ഞു. അവർ രണ്ടുപേരും കൂളായിരുന്ന് ചായ കുടിക്കുകയായിരുന്നു. ഇല്ലില്ല, വിഷമുണ്ട്, ഞങ്ങൾക്ക് വിഷമുണ്ട് എന്ന് രണ്ടുപേരും ഒരേ സ്വരത്തിൽ പറഞ്ഞു. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞു. സങ്ഷുവാൻ ഇപ്പോഴും ഷിന്യയുടെ വീട്ടിലാണ്. എല്ലാ ദിവസവും അവൻ അവൾക്കായി ഓടക്കുഴൽ വായിച്ചു കൊടുക്കും. പക്ഷേ അവൻ ഇപ്പോഴും യഥാർത്ഥത്തിൽ ആരാണെന്നുള്ളത് ഷിന്യയോട് പറഞ്ഞിട്ടില്ല. സങ്ഷുവാൻ തിരിച്ചെത്താത്തതിൽ നിയാൻ റൂഷോയിനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചേട്ടൻ വരുന്നില്ലാന്ന്? നീ പോയി ചേട്ടനെ വിളിച്ചുകൊണ്ടുവരണം. നീ ഭാവിയിൽ ഹാവ്ലിങ്ങിന്റെ ഉപദേശകനായി മാറുന്ന സമയത്തും ഇങ്ങനെ തന്നെ ചെയ്യാനാണോ നിന്റെ തീരുമാനം? ശരി ശരി, ഞാൻ ചേട്ടനെ കൂട്ടിക്കൊണ്ടുവരാം എന്ന് അവളുടെ ശല്യം സഹിക്കാൻ കഴിയാതെ റൂഷോ അവിടെ നിന്നും പോയി. ഇനി ആരുടെ മെക്കിട്ട് കയറും എന്നവൾ ചുറ്റും നോക്കി. ഈ വെൻഷാവലിയോ ഇതെവിടെ പോയി? ഈ സമയം ഷ്യാവ്യാവോ ഒരു തോടിന്റെ കരയിൽ കാറ്റും കൊണ്ട് കിടക്കുകയാണ്. തൂഷാൻജിങ്ങും ഇപ്പോൾ ജയിലുണ്ടല്ലോ. അവനും ആ സമയത്ത് ആ തോടിനടുത്തുണ്ട്. അവൻ ഷ്യാവ്യാവയെ കണ്ട് അവളുടെ അടുത്തേക്ക് വന്നു. അവരവിടെയുള്ള ഒരു പാലത്തിന് മുകളിൽ കുറച്ചുനേരം സംസാരിച്ചു നിന്നു. പിരിയാൻ നേരം അവൻ അവളോട് പറഞ്ഞു, നീ ആദ്യം പോയിക്കോ. നീ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. നിനക്ക് ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നില്ല. അവൻ പറഞ്ഞതുപോലെ പോകുന്നതിനിടയിൽ ഷ്യാവ്യാവോ തിരിഞ്ഞു നോക്കി. തുഷാൻജിങ് അവിടെ തന്നെയുണ്ട്. അടുത്ത ദിവസം സങ്ഷുവാൻ ഹാവ്ലിങ് സത്രത്തിൽ തിരിച്ചെത്തി. അവൻ വന്നയുടനെ ഷ്യാവ്യാവോ അവന്റെ മുറിവുകളെല്ലാം പരിശോധിച്ചു. അതിനിടയിൽ സങ്ഷുവാൻ പറഞ്ഞു, ഞാൻ ഫങ് ഫങ് യീങ്ങിനെ കുറിച്ച് വിശദമായി അന്വേഷിച്ചു. അവൾ എന്നെ കഴിഞ്ഞ തവണ ചിങ്ഷയിൽ വെച്ച് ആക്രമിച്ചത് മറ്റാരുടെയോ നിർദ്ദേശപ്രകാരമാണ്. അത് ഷിയാനിലെ ചേട്ടന്റെ ചെറിയച്ഛന്മാരായിരിക്കുമോ എന്ന് ഷ്യാവ്യാവോ അവനോട് ചോദിച്ചു. അതാവാനാണ് സാധ്യത എന്ന് സങ്ഷുവാൻ പറഞ്ഞു. അന്ന് തടാകത്തിൽ വെച്ച് അവൾ ആക്രമിച്ചപ്പോഴും അവളുടെ പിറകിൽ ആരൊക്കെയുണ്ടെന്ന് എനിക്ക് തോന്നി. കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ടെന്ന് കരുതിയാണ് ഞാൻ അവൾക്ക് നിന്നുകൊടുത്തത്. അതിനിടയിൽ ഈ ചെൻറോങ് ഷിന്യെ എന്നെ രക്ഷിക്കാൻ ചാടുമെന്ന് ആരെങ്കിലും കരുതിയോ? അതിന് ചേട്ടൻ എന്നോട് നന്ദി പറയണം. ഞാൻ കാരണമാണ് ചേട്ടന് ചെൻറോങ് ഷിന്യയെ പരിചയപ്പെടാൻ കഴിഞ്ഞത്. അവളുടെ ഗൂച്ചിന്റെ സംഗീതം കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നതുകൊണ്ടല്ലേ ചേട്ടൻ ഓടക്കുഴൽ വായിച്ചത്. അത് ശരി, ഇപ്പൊ അങ്ങനെയായോ? ഞാൻ ഓടക്കുഴൽ വായിച്ച് അവരെ വരുത്തിയില്ലായിരുന്നെങ്കിൽ ഞാൻ ആക്രമിക്കപ്പെടില്ലായിരുന്നു. അതുകൊണ്ടെന്താ? ചേട്ടന് ചെൻറോങ്ങും ചീഷയും കുടുംബങ്ങളോട് അടുക്കണമെന്ന് പണ്ടേ ആഗ്രഹമുണ്ടായിരുന്നതല്ലേ? ചെൻറോങ് ഷിന്യയെ പരിചയപ്പെട്ടതുകൊണ്ടല്ലേ ആ കുടുംബങ്ങളുമായി ചേട്ടന് അടുക്കാൻ കഴിഞ്ഞത്.
ഇത് കേട്ട് സംശുവാൻ പറഞ്ഞു, ചെൻട്രോങ് ഷിന്നിയെ എന്നെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രം ആ കുടുംബങ്ങൾ നമ്മളോടൊപ്പം നിൽക്കില്ല. എന്നെക്കൊണ്ട് അവർക്കൊരു നേട്ടമുണ്ടാവണം, എന്നാലേ അവർ നമ്മളോടൊപ്പം നിൽക്കൂ. ഈ സമയത്ത് ചെൻട്രോങ് മാളികയിലാണ് തുഷാൻജിങ് ഉള്ളത്. അവിടെ അവന്റെ സുഹൃത്ത് ചിഷ്വേ ഫെങ്ലോങ് ഉണ്ട്. ചിഷ്വേ ഫെങ്ലോങ് ചെൻട്രോങ് ഷിന്നിയുടെ ഇരട്ട സഹോദരനാണ്. അവന്റെ അമ്മയുടെ കുടുംബപ്പേരാണ് ചിഷ്വേ, അച്ഛന്റെ കുടുംബപ്പേര് ചെൻട്രോങ്. അവരവിടെ ഒരു വിരുന്ന് നടത്താനുള്ള ആലോചനയിലാണ്. ഈ ജിയി പട്ടണത്തിൽ എനിക്ക് കുറച്ച് സുഹൃത്തുക്കളുണ്ട്, അവരെയെല്ലാം വിളിച്ച് നമുക്കൊരു വിരുന്ന് സൽക്കാരം നടത്തണം എന്ന് തുഷാൻജിങ് പറഞ്ഞു. ചിഷ്വേ ഫെങ്ലോങ്ങും തുഷാൻജിങ്ങും വളരെ നല്ല സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് തുഷാൻജിങ് പറഞ്ഞത് ചിഷ്വേ സന്തോഷത്തോടെ സമ്മതിച്ചു. അടുത്ത ദിവസം രാവിലെ തന്നെ തുഷാൻജിങ്ങിന്റെ ദാസി സംശുവാന്റെ അടുത്തെത്തി. തുഷാൻജിങ് സംഘടിപ്പിക്കുന്ന വിരുന്നിനുള്ള ക്ഷണക്കത്ത് കൊടുത്തു. ഭാവിയിൽ രാജാവാകുമ്പോൾ വലിയ കുടുംബങ്ങളുമായി നല്ല ബന്ധമുണ്ടാവുന്നത് നല്ലതാണ്. അതുകൊണ്ട് ചേട്ടൻ തീർച്ചയായും വിരുന്നിൽ പങ്കെടുക്കണം എന്ന് ശ്യാവ്യാവ് സംശുവാനോട് പറഞ്ഞു. സംശുവാനത് സമ്മതിച്ചു. ഞാൻ ഇത്തരം വിരുന്നുകളിലൊന്നും പങ്കെടുക്കാൻ താല്പര്യമില്ല, അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും കൂടെ പോകാം എന്നവൻ പറഞ്ഞു. അങ്ങനെ വിരുന്നിൽ പങ്കെടുക്കാനായി സംശുവാനും ശ്യാവ്യാവും ചെൻട്രോങ് മാളികയിലെത്തി. അവിടെ അവരെ കാത്ത് തുഷാൻജിങ്ങും ചിഷ്വേ ഫെങ്ലോങ്ങും ചെൻട്രോങ് ഷിന്നിയുമുണ്ട്. ഇത് ഹാവ്ലിംഗ് ഡ്രാഗൺ സ്ക്വാഡിലെ ഷുവാൻ, ഇത് അവന്റെ കസിൻ വെൻ ഷാവ്ലിയു എന്ന് തുഷാൻജിങ് അവരെ പരിചയപ്പെടുത്തി കൊടുത്തു. ഓ, അപ്പോൾ ഷുവാൻ ചേട്ടൻ ജിങ് ചേട്ടന്റെ സുഹൃത്താണോ എന്ന് ചെൻട്രോങ് ഷിന്നിയെ ചോദിച്ചു. നിങ്ങൾക്ക് തമ്മിൽ നേരത്തെ അറിയാമോ എന്ന് അവളുടെ സഹോദരൻ അവളോട് ചോദിച്ചു. അവരവിടെ ഭക്ഷണം കഴിക്കാനിരുന്നു. ആ സമയത്താണ് ഫെങ് ഫെങ് യിങ് അവിടേക്ക് വരുന്നത്. യിങ്ങിനെ കണ്ടതും ഷിന്നിയെ തുഷാൻജിങ്ങിനടുത്ത് ഒരു കസേല കൂടി കൊണ്ടുവരാൻ വേലക്കാരോട് പറഞ്ഞു. ഫെങ് ഫെങ് യിങ് തുഷാൻജിങ്ങിന്റെയും ശ്യാവ്യാവിയുടെയും ഇടയിൽ വന്നിരുന്നു. ഷിന്നിയുടെ അടുത്ത കൂട്ടുകാരിയാണല്ലോ ഫെങ് ഫെങ് യിങ്. അവരുടെ വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണെന്ന് ഷിന്നിയക്കറിയാം. അതുകൊണ്ടാണ് തുഷാൻജിങ്ങിനടുത്ത് ഇരിക്കാൻ അവൾ പറഞ്ഞത്. ഇത് കണ്ടതും തുഷാൻജിങ് അവിടുന്ന് പെട്ടെന്ന് എഴുന്നേറ്റ് പോകാനായി നിന്നു. എന്നാൽ ഫെങ് ഫെങ് യിങ് പോകരുത് എന്ന അർത്ഥത്തിൽ അവന്റെ വസ്ത്രത്തിൽ പിടിച്ചു വലിച്ചു. തുഷാൻജിങ് എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ തന്നെ നിന്നു. ഇത് കണ്ടപ്പോൾ തുഷാൻജിങ്ങിന് ഫെങ് ഫെങ് യിങ്ങിനെ നിരസിക്കാൻ കഴിയില്ല എന്ന് ശ്യാവ്യാവയ്ക്ക് മനസ്സിലായി. ക്ഷമിക്കണം, എനിക്കെന്തോ പോലെ തോന്നുന്നു എന്ന് പറഞ്ഞ് ശ്യാവ്യാവ് അവിടുന്ന് എഴുന്നേറ്റു. സംശുവാൻ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അവനും അവളോടൊപ്പം പോകാനായി എഴുന്നേറ്റു. ഉടനെ ശ്യാവ്യാവ് അവനെ തടഞ്ഞു. എന്നിട്ട് അവൾ അവിടം വിട്ടുപോയി. ശ്യാവ്യാവ് അവിടുന്ന് നേരെ പോയത് അവിടുത്തെ നദീതീരത്തേക്കാണ്. വിഷമം വരുമ്പോഴെല്ലാം അങ്ങനെയാണല്ലോ അവൾ ചെയ്യാറുള്ളത്. ആ സമയത്താണ് അവിടേക്ക് ഒരു തോണി വരുന്നത്. അതിനകത്തുണ്ടായിരുന്നത് ഷാങ്ലിയു ആണ്. അവൻ ഷിന്യയുടെ അച്ഛൻ ചെൻട്രോങ് യിയെ കാണാൻ പോകുന്ന വഴിയാണ്. ചെൻട്രോങ് യിക്കും ചിങ്ഷുയിലെ ചെൻട്രോൾ പട്ടാളക്കാർക്കും ഇടയിൽ നല്ല ബന്ധമാണുള്ളത്. ഷിയാനിനും ചെൻട്രോങ് പട്ടാളക്കാർക്കുമിടയിൽ പലപ്പോഴും ചെൻട്രോങ് യി ആണ് മധ്യസ്ഥം വഹിക്കാറുള്ളത്. തോണി കണ്ടതും ശ്യാവ്യാവോ കൈ കാണിച്ച് തോണി നിർത്താൻ പറഞ്ഞു. അതുകണ്ട് അവനെ തോണിയിൽ കയറ്റ് എന്ന് ഷാങ്ലിയു തോണിക്കാരനോട് പറഞ്ഞു. തോണി കരക്കടുപ്പിച്ചു. ശ്യാവ്യാവ് അതിലേക്ക് കയറി നോക്കിയപ്പോൾ തോണിയിൽ ഒരു പെണ്ണാണുള്ളത്. 9 വാലുകളുള്ള ഭൂതത്തെ പോലെ ഷാങ്ലിയും ഒരു ഭൂതമാണല്ലോ, അതുകൊണ്ട് അവനും രൂപം മാറാൻ കഴിയും. തോണിക്കുള്ളിൽ ഒരു പെൺകുട്ടിയെ കണ്ടതുകൊണ്ട് ശ്യാവ്യാവ് തോണിയുടെ മുൻവശത്ത് നിന്നു. കാരണം അവളൊരു ആണാണല്ലോ. ഇപ്പോൾ ഷാങ്ലി ഒരു പെണ്ണും ശ്യാവ്യാവ് ഒരാണുമാണ്. അപരിചിതയായ ഒരു പെൺകുട്ടിയുടെ അടുത്ത് ഒരു ആണ് പോയിരിക്കുന്നത് ശരിയല്ലല്ലോ. തോണി മുന്നോട്ട് നീങ്ങി. പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങി. പിന്നെ നിവർത്തിയില്ലല്ലോ. ശ്യാവ്യാവ് ആ പെണ്ണിനോട് ക്ഷമ പറഞ്ഞ് അവളുടെ അടുത്ത് പോയിരുന്നു. പക്ഷേ അവരുടെ ഇടയിൽ കുറച്ച് സ്ഥലം വിട്ടിട്ടാണ് അവൾ ഇരുന്നത്. താങ്കൾ എങ്ങോട്ടേക്കാണ് എന്ന് ഷാങ്ലി അവളോട് ചോദിച്ചു. ഞാനിവിടെ വെറുതെ ചുറ്റിക്കറങ്ങാൻ വന്ന ഒരാളാണ് എന്ന് ശ്യാവ്യാവ് പറഞ്ഞു. ഷാങ്ലിയുവിന് അവനും ശ്യാവ്യാവയ്ക്കുമിടയിലുള്ള അകലം അത്ര ഇഷ്ടപ്പെടുന്നില്ല. അവൻ കൈയൊന്ന് ഞൊടിച്ചു. ഉടനെ വള്ളം ഷാങ്ലിയുവിന്റെ വശത്തേക്ക് ചിരിഞ്ഞു. ശ്യാവ്യാവോ ഷാങ്ലിയുവിന്റെ ദേഹത്തേക്ക് വീണു. പെട്ടെന്ന് ശ്യാവ്യാവോ ക്ഷമ പറഞ്ഞ് പിന്നെയും പഴയതുപോലെ തന്നെ ഇരുന്നു. ഇത് കണ്ട് ഷാങ്ലിയു പെട്ടെന്ന് കൈഞ്ഞൊടിച്ച് ശ്യാവ്യാവിയെ വീണ്ടും വീഴ്ത്തി. വീണ്ടും ശ്യാവ്യാവോ ഷാങ്ലിയുവിനോട് ക്ഷമ പറഞ്ഞ് നേരെയിരുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് തോണിക്കാരൻ. ആ തോണിക്കാരന് ആദ്യമേ കാര്യം മനസ്സിലായിരുന്നു. അവൻ പറഞ്ഞു, രണ്ടുപേരും രണ്ടറ്റത്തേക്കിരിക്കാതെ നടുക്ക് ചേർന്നിരിക്കൂ, ഇല്ലെങ്കിൽ തോണി ചെരിഞ്ഞോണ്ടേയിരിക്കും. അവസാനം ശ്യാവ്യാവോ വീണ്ടും ക്ഷമ പറഞ്ഞ് ഷാങ്ലിയുവിനടുത്തിരുന്നു. അപ്പോൾ ഷാങ്ലിയു പറഞ്ഞു, നിങ്ങളുടെ സംസാരം കേട്ടിട്ട് ഇവിടുത്തുകാരനാണെന്ന് തോന്നുന്നില്ലല്ലോ. അല്ല, ഞാനിവിടേക്ക് ഒരു സുഹൃത്തിനൊപ്പം വന്നതാണ്. എന്നിട്ട് ആ സുഹൃത്തെവിടെ എന്നവൻ ചോദിച്ചു. അവൻ അവസാനം അവളെ കണ്ടപ്പോൾ തുഷാൻജിങ് അവളെ എടുത്തുകൊണ്ട് നടക്കുകയായിരുന്നല്ലോ. ഞാനിവിടെ ഒരു വിരുന്നിൽ പങ്കെടുക്കാൻ വന്നതാണ്. കുറച്ചു കഴിച്ചപ്പോൾ തന്നെ എനിക്ക് തലയ്ക്ക് പിടിക്കുന്നതായി തോന്നി. അതുകൊണ്ട് ഞാൻ അവിടെ നിന്നും നേരത്തെ ഇറങ്ങിയതാണ് എന്ന് ശ്യാവ്യാവ് പറഞ്ഞു. അവരുടെ കൂടെ ഇരുന്ന് നന്നായി മദ്യപിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവർ ശരിക്കും നിന്റെ സുഹൃത്താണോ
എന്നാൽ പിന്നെ വീട്ടിലേക്ക് തിരിച്ചു പോയിക്കൂടെ? ഷാവ്യാവ് ഇപ്പോൾ ചിങ്ഷയിലല്ലല്ലോ ഉള്ളത്. അതാണ് ഷാങ്ലി ചോദിക്കുന്നത്. ഈ ലോകം മുഴുവൻ എന്റെ വീടാണ് എന്ന് ഷാവ്യാവ് മറുപടി പറഞ്ഞു. നിന്റെ മനസ്സിൽ പ്രത്യേകിച്ച് സ്നേഹമുള്ള ആരെങ്കിലും ഉണ്ടോ? അതിന് ഷാവ്യാവ് മറുപടിയൊന്നും പറഞ്ഞില്ല. പെട്ടെന്ന് നദിയിൽ നിന്നും ഒരു ഭൂതം പൊങ്ങി വന്നു. ഭൂതം കുറച്ച് ഭക്ഷണവുമായാണ് വന്നത്. അത് അവർക്ക് കൊടുത്ത് ഭൂതം തിരിച്ചുപോയി. ഷാവ്യാവ് ഇതെല്ലാം കണ്ട് അത്ഭുതത്തോടെ നോക്കുകയാണ്. നീ എന്താ ഭൂതങ്ങളെ മുമ്പ് കണ്ടിട്ടില്ലേ എന്ന് ഷാങ്ലി ചോദിച്ചു. എനിക്കൊരു സുഹൃത്തുണ്ട്. അവനൊരു ഭൂതമാണ്. സാധാരണ അവൻ എന്നെയാണ് തിന്നാറ്. ഒരു ഭൂതം ഭക്ഷണവുമായി വരുന്നത് കാണുന്നത് ആദ്യമായാണ്. എന്നാൽ അവൻ നിന്റെ അത്ര നല്ല ഫ്രണ്ടൊന്നുമല്ലെന്നാണല്ലോ എനിക്ക് തോന്നുന്നത് എന്ന് ഷാങ്ലി പറഞ്ഞു. അവനെക്കുറിച്ച് ഷാവ്യാവയ്ക്ക് എന്താണ് അഭിപ്രായമെന്ന് അറിയണമല്ലോ. അവൻ നല്ലതാ, വളരെ നല്ലതാ എന്ന് ഷാവ്യാവ് പറഞ്ഞു. കുറച്ചു കഴിഞ്ഞ് വിരുന്ന് അവസാനിച്ചു. തുഷാൻജിങ് പോകാനായി ഇറങ്ങി. പെട്ടെന്ന് ഫെങ് യിങ് പിറകെ വന്ന് അവന്റെ കൈ പിടിച്ചു. എനിക്ക് തല കറങ്ങുന്നത് പോലെ തോന്നുന്നു. നിന്നെ നോക്കാൻ ഞാനൊരു വേലക്കാരിയെ അയക്കാം. കുറച്ചു കഴിഞ്ഞ് എല്ലാം ശരിയാവുമ്പോൾ ഞാൻ എന്റെ വീട്ടുകാരോട് സംസാരിക്കാം. ഞാൻ ഈ വിവാഹത്തിൽ നിന്നും പിന്മാറുകയാണെന്ന് പറയാം എന്ന് തുഷാൻജിങ് അവളോട് പറഞ്ഞു. അത് കേട്ട് ഇല്ല, ഞാനതിന് സമ്മതിക്കില്ല എന്ന് യിങ് പറഞ്ഞു. തുഷാൻജിങ് അവളുടെ കൈ വെടിവെച്ച് മുന്നോട്ട് നടന്നു. അവിടെ സങ്ഷുവാൻ തുഷാൻജിങ്ങിനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. സങ്ഷുവാൻ അവനോട് പറഞ്ഞു, ഷാവ്യാവോ ഈ ലോകത്തെ ഏറ്റവും നല്ലൊരാളെ അർഹിക്കുന്നുണ്ട്. എനിക്കും അവളുടെ അച്ഛനും അവൾ ചെറുതായൊന്ന് വിഷമിക്കുന്നത് പോലും സഹിക്കാനാവില്ല. അവളെ വിഷമിപ്പിക്കാതിരിക്കാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ അവളിൽ നിന്നും ദൂരെ നിൽക്കുന്നതാണ് നിനക്ക് നല്ലത്. ഈ സമയത്ത് ഷാവ്യാവയും ഷാങ്ലിയും ജി പട്ടണത്തിലേക്ക് തിരിച്ചെത്തി. അവിടെ ദീപങ്ങളൊക്കെ തെളിച്ച് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഷാവ്യാവയും തുഷാൻജിങ്ങും നിൽക്കുന്നിടത്ത് ഇപ്പോൾ 2 കമിതാക്കൾ നിൽക്കുന്നുണ്ട്. ഷാവ്യാവ് അവരെ തന്നെ നോക്കിയിരിക്കുകയാണ്. ആ സമയത്ത് ഷാങ്ലിയു പെട്ടെന്ന് വീണുപോയതുപോലെ ഷാവ്യാവയുടെ മടിയിൽ കിടന്നു അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി. ഉടനെ ഷാവ്യാവ് ക്ഷമ പറഞ്ഞ് അവളെ നേരെ ഇരുത്തി. അപ്പോഴേക്കും തോണി കരക്കടുപ്പിച്ചു. ഷാവ്യാവയുടെ കയ്യിൽ ഷാങ്ലിയു ആ ഭക്ഷണവും കൊടുത്തയക്കുന്നുണ്ട്. എന്നിട്ടവൻ പറഞ്ഞു, അടുത്ത തവണ നിനക്ക് സങ്കടം വരുമ്പോൾ നിന്നെ സ്നേഹിക്കുന്നവരെക്കുറിച്ച് നീ ഓർക്കണം. നീ സങ്കടപ്പെട്ട് കണ്ടാൽ അവനും അല്ല അവർക്കും സങ്കടമാവും. തോണി മുന്നോട്ട് നീങ്ങി. ഷാങ്ലിയു അവന്റെ ശരിക്കുള്ള രൂപത്തിലേക്ക് തിരിച്ചു വന്നു. അടുത്ത ദിവസം രാവിലെ തന്നെ ഷാവ്യാവയും സങ്ഷുവാനും ജേഡ് പർവ്വതത്തിലേക്ക് പുറപ്പെട്ടു. പക്ഷേ നിയാൻ അവരോടൊപ്പം പോയിട്ടില്ല. നിയാനെ അച്ഛൻ ഹൗളിങ്ങിലേക്ക് തിരിച്ചു വിളിപ്പിച്ചിരിക്കുകയാണ്. റൂഷ്വോ ആണ് അവളെ ഹൗളിങ്ങിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നത്. സങ്ഷുവാനോടൊപ്പം പോവാൻ കഴിയാത്തതിന്റെ മുഴുവൻ ദേഷ്യവും നിയാൻ റൂഷ്വോവിനോട് തീർക്കുകയാണ്. ഞാൻ ചേട്ടനെ സഹായിക്കാനല്ലേ എല്ലായിടത്തും കൂടെ പോകുന്നത്, പിന്നെന്തിനാണ് അച്ഛനെന്നെ തിരിച്ചു വിളിക്കുന്നത്? പിന്നെ ഭയങ്കര സഹായല്ലേ എന്ന് റൂഷോ മനസ്സിൽ പറഞ്ഞു. ഈ സമയം തുഷാൻജിങ് അവന്റെ മുറിയിൽ വസ്ത്രം മാറ്റുകയായിരുന്നു. പെട്ടെന്ന് ഫെങ് യിങ് അവിടേക്ക് കയറി വന്നു. അവന്റെ ശരീരം മുഴുവൻ മുറിവുകളുടെയും പൊള്ളലിന്റെയും പാടുകൾ കാരണം വികൃതമാണ്. അത് കണ്ട് ഞെട്ടി യിങ്ങിന്റെ കയ്യിലുള്ള പാത്രങ്ങൾ താഴെ വീണുപോയി. അറപ്പ് കാരണം അവൾക്ക് അവന്റെ നേരെ നോക്കാൻ പോലും പറ്റുന്നില്ല. അവൾ വേഗം തന്നെ ആ മുറിയിൽ നിന്നും ഓടിപ്പോയി. ആ സമയത്ത് തുഷാൻജിങ്ങിന്റെ സേവക ഓടി അകത്തേക്ക് വന്നു. എന്നോട് ക്ഷമിക്കണം, ഞാനൊരു നിമിഷത്തേക്ക് മാറിയതാണ്. അതിനിടയിൽ അവർ കയറി വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. സാരില്ല, ഇനി അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ മതി. അതിനുശേഷം അവൾ അവന്റെ മുടി ശരിയാക്കിക്കൊണ്ട് പറഞ്ഞു, തമ്പുരാട്ടിക്ക് അങ്ങയുടെ ശരീരം കണ്ടിട്ട് എന്തോ പോലെയായെന്ന് തോന്നുന്നു. ഞാനും അങ്ങനെ പ്രതീക്ഷിക്കുന്നു. ഞാൻ അവൾക്ക് ചേർന്നവനല്ലെന്ന് അവൾ എത്രയും പെട്ടെന്ന് മനസ്സിലാക്കട്ടെ. അന്ന് തന്നെ ഫെങ് യിങ് ഷിയെ വിട്ട് ചിൻച്വയ് മലയിലെ തുഷാൻ മാളികയിലേക്ക് തിരിച്ചുപോയി. അവൾ അവളുടെ മുറിയിലെത്തിയതും അവിടേക്ക് ഒരാൾ വന്നു. തുഷാൻജിങ്ങിന്റെ ചേട്ടൻ തുഷാൻ ഹാവിനെ കണ്ടതും അവൾ ഓടിപ്പോയി അവനെ കെട്ടിപ്പിടിച്ചു. തുഷാൻജിങ്ങിനെ പോലെ എല്ലാം തികഞ്ഞൊരാളെ കണ്ടപ്പോൾ നീ എന്നെ മറന്നോ എന്നവൻ അവളോട് ചോദിച്ചു. നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? മറ്റുള്ളവരെന്ത് പറഞ്ഞാലും തുഷാൻജിങ് നിന്റെ 7 അയലത്ത് വരില്ല. ഹാവ് പറഞ്ഞു, എനിക്കവനോട് അസൂയാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? അവന് മാത്രമേ നിന്നെ സ്വന്തമാക്കാൻ കഴിയൂ. തുഷാൻജിങ്ങിന് എന്നെ ഇഷ്ടമൊന്നുമല്ല. അവൻ ഈ വിവാഹത്തിൽ നിന്നും പിന്മാറാൻ പോവുകയാണ്. എനിക്കാണെങ്കിൽ അവന്റെ ശരീരത്തിലേക്ക് നോക്കാൻ തന്നെ അറപ്പാണ്. അവനും അതറിയാം. ഹാവ്, എനിക്കവനെ വിവാഹം കഴിക്കണ്ട. അത് കേട്ട് അവൻ പറഞ്ഞു, ഞാൻ എനിക്ക് അവകാശപ്പെട്ടതെല്ലാം തിരിച്ചുപിടിക്കും, നിന്നെ അടക്കം. തുഷാൻജിങ്ങിനോട് ഇത്രയൊക്കെ ചെയ്തിട്ടും ഹാവിന് അവന്റെ അമ്മയോടുള്ള പ്രതികാരം തീർന്നിട്ടില്ല. അവന്റെ അധികാരങ്ങളെല്ലാം തുഷാൻജിങ്ങിന് പോവുമോ എന്നൊരു ഭയമാണ് അവന് ചെറുപ്പം മുതൽ. അതുകൊണ്ട് തുഷാൻജിങ് വിവാഹം കഴിക്കാൻ പോകുന്ന യിങ്ങിനെ പോലും അവന്റേതാക്കാൻ ശ്രമിക്കുകയാണവൻ. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞു. ഷാവ്യാവും സങ്ഷുവാനും ജേഡ് പർവ്വതത്തിലെത്തി. ജേഡ് പർവ്വതത്തിലെ അമ്മ മഹാറാണി അവരെ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഷാവ്യാവോ അവരെ വണങ്ങി.
അവർ ശ്യാവ്യാവയോട് അവിടുത്തെ തടാകത്തിലിറങ്ങാൻ പറഞ്ഞു. അവൾ ആ തടാകത്തിലിറങ്ങിയതും അവിടെയുണ്ടായിരുന്ന ചെടികളിൽ നിന്നുള്ള പൂവിതളുകൾ അവൾക്ക് ചുറ്റും ഒരു വലിയ പൂവായി രൂപപ്പെട്ടു. കുറച്ചു കഴിഞ്ഞ് ശ്യാവ്യാവ് ആ തടാകത്തിൽ നിന്നും കരയിലേക്ക് തിരിച്ചു കയറി. അവളിപ്പോൾ യഥാർത്ഥ രൂപം തിരിച്ചു കിട്ടി ഒരു പെണ്ണായി മാറിയിരിക്കുകയാണ്. സംശുവാൻ അവളെ കണ്ണെടുക്കാതെ നോക്കി നിന്നു. അവൾ അമ്മ മഹാറാണിയോട് നന്ദി പറഞ്ഞു. അതിനുശേഷം സംശുവാൻ ശ്യാവ്യാവയും കൊണ്ട് ഹാവ്ലിംഗ് കൊട്ടാരത്തിലേക്ക് തിരിച്ചെത്തി. ശ്യാവ്യാവ് സംശുവാന് പിറകിൽ ഒളിച്ചു നിൽക്കുകയാണ്. നിന്റെ യഥാർത്ഥ രൂപം തിരിച്ചു കിട്ടണമെന്നല്ലേ നീ ഇത്രയും കാലം ആഗ്രഹിച്ചിരുന്നത്? പിന്നെ നീ ഇപ്പോഴെന്തിനാണ് അവന്റെ പിറകിൽ ഒളിച്ചു നിൽക്കുന്നത്? എന്നിട്ട് രാജാവ് അവളെ പതുക്കെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുവന്നു. അവൾ പറഞ്ഞു, ഞാൻ ചെറുതായിരുന്നപ്പോൾ അച്ഛനെപ്പോലെ ആയിരുന്നുവെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ അച്ഛനെപ്പോലെയോ അമ്മയെപ്പോലെയോ അല്ല. നീ കാണാൻ ആരെപ്പോലെയാണ് എന്നുള്ളതല്ല പ്രധാനം. നീ ആരോഗ്യവതിയും സുന്ദരിയുമാണ്. അതാണ് എന്റെ സന്തോഷം എന്ന് രാജാവ് പറഞ്ഞു. അതിനുശേഷം രാജാവ് സംശുവാനെയും ശ്യാവ്യാവെയും അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ നിയാനും അവളുടെ അമ്മയും ഭക്ഷണം കഴിക്കാനായി രാജാവിനെ കാത്തിരിക്കുകയാണ്. ശ്യാവ്യാവയെ കണ്ട് നിയാൻ ചോദിച്ചു, അച്ഛാ, ഇതാരാണ്? ഇവളെ എന്തിനാണ് ഇവിടേക്ക് കൊണ്ടുവന്നത്? നിയാന്റെ അമ്മയ്ക്ക് സംസാരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് രാജാവ് ആംഗ്യ ഭാഷയിൽ അവരോട് പറഞ്ഞു, ഇതിന്റെ മൂത്ത മകൾ ജിയുയാവാണ്. അത് കേട്ട് ശ്യാവ്യാവ് ജിങ്ങാനെ വണങ്ങി. അത് കഴിഞ്ഞ് ജിങ്ങാൻ നിയാനോട് ശ്യാവ്യാവയെ വണങ്ങാൻ പറഞ്ഞു. ഞാനെന്തിനു വണങ്ങണം? എനിക്ക് ചേച്ചിയില്ല. ഇതെന്റെ ചേച്ചിയല്ല. നീ ശരിക്കും എന്റെ അച്ഛന്റെ മകളാണോ? ഇത് കേട്ട് സംശുവാൻ പറഞ്ഞു, ശ്യാവ്യാവയുടെ അമ്മ എന്റെ മുത്തശ്ശിയുടെ ശിഷ്യയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നൊരു വ്യക്തിയാണ് ചെറിയമ്മ. ധീരയായൊരു പടനായിക. ഗുരുവിന്റെയും ചെറിയമ്മയുടെയും വിവാഹം ആർഭാടപൂർണമായാണ് നടന്നത്. അതുകൊണ്ട് ശ്യാവ്യാവയും ഈ കുടുംബത്തിന്റെ ഭാഗമാണ്. ഇപ്പോൾ തന്നെ ചേട്ടൻ അവളുടെ പക്ഷം പിടിക്കാൻ തുടങ്ങിയോ? അപ്പോൾ എനിക്കും അവൾക്കും ഇടയിൽ ഒരു പ്രശ്നമുണ്ടായാൽ ചേട്ടൻ ആരുടെ ഒപ്പം നിൽക്കും? നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഉണ്ടാകരുത് എന്നാണ് എന്റെ ആഗ്രഹം. ശ്യാവ്യാവ് ഇത്രയും കാലം നമ്മോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. ഇത് ഇത്രയും ദിവസം നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഷാവ്ലു ആണ്. ഷാവ്ലു അത്ര മോശമൊന്നുമല്ല എന്ന് നീ എന്നോട് സ്വകാര്യമായി പറഞ്ഞിട്ടില്ലേ എന്ന് സംശുവാൻ ചോദിച്ചു. ഇതൊന്നും കേട്ടിട്ടും നിയാന് സമാധാനമായില്ല. അവൾ അവിടുത്തെ ഭക്ഷണമെല്ലാം തട്ടിയിട്ട് അവിടെ നിന്നും അവളുടെ മുറിയിലേക്ക് പോയി. രാജകുമാരിയുടെ മുറിയിലേക്ക് ഭക്ഷണം കൊടുത്തയക്കൂ എന്ന് രാജാവ് സേവകരോട് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഇതെല്ലാം കണ്ടിട്ടും അച്ഛൻ ഇനിയും വിശപ്പുണ്ടോ എന്ന് ശ്യാവ്യാവ് രാജാവിനോട് ചോദിച്ചു. ഒരു രാജ്യത്ത് ഓരോ ദിവസവും എന്തൊക്കെ സംഭവിക്കും? ഇത്രയും ചെറിയ കാര്യങ്ങൾക്ക് ഭക്ഷണം കഴിക്കാതിരുന്നാൽ ഞാൻ പട്ടിണി കിടന്ന് മരിച്ചു പോവും എന്ന് രാജാവ് പറഞ്ഞു. അത് കഴിഞ്ഞ് രാജാവ് ശ്യാവ്യാവയ്ക്ക് അവളുടെ പുതിയ വീട് കാണിച്ചു കൊടുത്തു. കൊട്ടാരത്തിനകത്ത് സംശുവാന്റെ വീടിന് തൊട്ടടുത്ത് തന്നെയാണ് ശ്യാവ്യാവയുടെ വീട്. ശ്യാവ്യാവയ്ക്ക് ഒറ്റയ്ക്കാവുന്നത് പേടിയാണല്ലോ. അതുകൊണ്ടാണ് സംശുവാന്റെ വീടിനടുത്തുള്ള വീട് തന്നെ ശ്യാവ്യാവയ്ക്ക് കൊടുത്തത്. പിന്നീടുള്ള ദിവസങ്ങളിൽ അവളെ രാജകുമാരിയായി പ്രഖ്യാപിക്കാനുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ്. ഒരു രാജകുമാരിയായി എങ്ങനെ നടക്കണം, എങ്ങനെ വണങ്ങണം എന്നൊക്കെയുള്ള ട്രെയിനിങ് കൊടുക്കാനായി രാജാവ് പ്രത്യേകം ആളുകളെ ഏർപ്പാടാക്കി. അങ്ങനെ ട്രെയിനിങ് നടന്നുകൊണ്ടിരുന്ന സമയത്താണ് നിയാൻ അവിടെ വരുന്നത്. ശ്യാവ്യാവയ്ക്ക് സംശുവാന്റെ തൊട്ടടുത്തുള്ള വീട് തന്നെ താമസിക്കാൻ കൊടുത്തതിൽ അവൾക്ക് നല്ല കലിപ്പുണ്ട്. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോ നിനക്ക് സന്തോഷമായോ എന്ന് ചോദിച്ച് നിയാൻ ശ്യാവ്യാവയ്ക്ക് ഒറ്റ തള്ളു വെച്ചു കൊടുത്തു. ശ്യാവ്യാവ് വീണുപോയി. ശ്യാവ്യാവയ്ക്ക് ആത്മീയശക്തി വളരെ കുറവാണല്ലോ. നിയാൻ അവളെ തള്ളിയിട്ടപ്പോൾ അത് അവൾക്കൊരു ഓർമ്മപ്പെടുത്തലായി. അടുത്ത ദിവസം തന്നെ ശ്യാവ്യാവ് അവളുടെ പ്രധാന മുറിയിൽ ഒരു മരുന്നുശാല ഉണ്ടാക്കി. നീ കുറെ മരുന്നുകളൊക്കെ വരുത്തിയെന്ന് ഞാൻ കേട്ടല്ലോ. നീ വീണ്ടും വൈദ്യം പഠിക്കാൻ പോവുകയാണോ എന്ന് സംശുവാൻ അവളോട് ചോദിച്ചു. ഞാനിതിന്റെ സ്വയരക്ഷയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ്. എനിക്ക് ആത്മീയശക്തി വളരെ കുറവാണ്. നിയാന് എന്നെ എളുപ്പത്തിൽ തള്ളി താഴിടാൻ കഴിയും. അതുകൊണ്ട് എനിക്ക് രക്ഷയ്ക്കായി ഈ മരുന്നുകളേയുള്ളൂ. പിന്നെ കാണുന്നത് ചിങ്ഷയിലെ കഥ പറയുന്ന ഭൂതത്തെയാണ്. അദ്ദേഹം ഹാവ്ലിങ്ങിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. ഹാവ്ലിങ്ങിന്റെ വലിയ രാജകുമാരി തിരിച്ചു വന്നതും അവളെ രാജകുമാരിയായി പ്രഖ്യാപിക്കാൻ പോകുന്നതുമെല്ലാം അദ്ദേഹം നാട്ടുകാർക്ക് വിവരിച്ചു കൊടുത്തു. അത് ശരിക്കും അവരുടെ വെൻ ഷാവ്ലിയു ആണെന്ന് സാങ്ധ്യാനറിന് പോലും മനസ്സിലായില്ല. പക്ഷേ ഒരാൾക്കത് പിടികിട്ടി, നമ്മുടെ ഷാങ്ലുവിന്. അവനും അവിടെ ഇരുന്ന് ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. നിനക്ക് ആശ്രയിക്കാൻ ആരുമില്ലെന്നും പോകാനൊരിടമില്ലെന്നും പറഞ്ഞതെല്ലാം കള്ളമായിരുന്നു അല്ലേ എന്ന് ഷാങ്ലു സ്വയം ചോദിച്ചു. ലാസ്റ്റ് ഫോർ എവറിന്റെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയുമായി ഉടനെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.